നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 15-കാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പെരുമുടിയൂർ സ്വദേശി മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിൽ വ്യാപക തോട് കയ്യേറ്റം തടയാനോ നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ 3.7 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. മണ്ണാർക്കാട് നഗരസഭയിൽ 3 വർഷത്തിനു മുകളിലുള്ള നികുതി കുടിശ്ശിക പിരിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. വിഷയത്തിൽ നഗരസഭയിൽ കോലാഹലങ്ങൾ. കുഴികൾ നിറഞ്ഞ് കടമ്പൂർ മാണിക്യംപാറ കടമ്പഴിപ്പുറം റോഡ്. ദുരിതത്തിലായി വഴിയാത്രക്കാരും വിദ്യാർത്ഥികളും. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പെരുമുടിയൂർ നമ്പ്രം കരുവാൻകുഴി മുജീബ് റഹ്മാന്റെ മകൻ 15 വയസ്സുള്ള മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരമാണ് കൂട്ടുകാരുമൊത്ത് പെരുമുടിയൂർ പ്രദേശത്തെ ഇറിഗേഷൻ പമ്പ് ഹൌസിന് സമീപത്ത് മുഹമ്മദ് നാഫി കുളിക്കാനിറങ്ങിയത്. ഇതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സിന്റെയും മറ്റ് നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിയിരുന്നത്. പൈലിപ്പുറത്തു നിന്നുള്ള മുങ്ങൽ വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ കാണാതായ സ്ഥലത്തു നിന്നും മീറ്ററുകൾക്കകലെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. പെരിന്തൽമണ്ണ നഗരത്തിൽ വ്യാപകമായി തോട് കയ്യേറ്റം. സ്വകാര്യ വ്യക്തി തോട് കയ്യേറി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചു. നിർമ്മാണ പ്രവൃത്തി തടയാനോ കയ്യേറിയ ഭാഗം തിരിച്ചുപിടിക്കാനോ അധികൃതർ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ജംഗ്ഷനിൽ നിന്നും മാനത്തുമംഗലം ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിന് വലതുവശത്തെ തോട് കയ്യേറിയാണ് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. പ്രധാന ബൈപ്പാസ് റോഡിൽ നിന്നും അളയക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രം ഭാഗത്തേക്കുള്ള ചെറിയ റോഡിലെ പാലത്തിനോട് ചേർന്നുള്ള കല്ലുവരമ്പ് തോട്ടിലാണ് കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം. കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് ഇറക്കി നിർമ്മിച്ചത് വ്യക്തമാണ്. ഇതുകാരണം തോടിന്റെ വീതി കുറഞ്ഞതായി കാണാം. നിർമ്മാണ പ്രവർത്തികൾ തടയാനോ കയ്യേറിയ ഭാഗം തിരിച്ചുപിടിക്കാനോ അധികൃതർ ഇനിയും നടപടിയെടുത്തിട്ടില്ല. പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന ഈ തോടിന്റെ പല ഭാഗങ്ങളിലും വീതി കുറഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു തോടാണിത്. ഈ തോടിനെ സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പെരിന്തൽമണ്ണ നഗരത്തിലെ ഈ ഏക തോടും ഇല്ലാതാകും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലെ സീറ്റിനടിയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3.7 കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയത്. അന്യ സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ തിരുവനന്തപുരം ശ്രീഗംഗാനഗർ എക്സ്പ്രസിലെ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ 3.7 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിനിൽ പോലീസിന്റെ പരിശോധന ഉണ്ടെന്ന് അറിഞ്ഞ് പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ചു കളഞ്ഞതാവുമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. 12/6/2025 തീയതി ഇന്നിവിടെ ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ മംഗലാപുരത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഗംഗാനഗർ തീവണ്ടിയിൽ ജനറൽ കോച്ചിന്റെ മുൻഭാഗത്തു നിന്ന് ഏകദേശം ഒരു 3.5 കിലോയോളം 3,700ഓളം തൂക്കമുള്ള കഞ്ചാവ് കണ്ടെടുക്കാൻ പറ്റി. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതാണ്. കുറച്ചെങ്കിലും സമൂഹത്തിൽ എത്തുന്നത് തടയിടാൻ വരെ ഞങ്ങൾ ശ്രമിക്കും. SI CV ഹരിദാസ്, ഗോകുൽദാസ്, ശ്യാം, സ്പെഷ്യൽ ബ്രാഞ്ച് ASI സുരേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശിനാരായണൻ, അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. മണ്ണാർക്കാട് നഗരസഭയിൽ 3 വർഷത്തിനു മുകളിലുള്ള നികുതി കുടിശ്ശിക പിരിക്കേണ്ടെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിനെതിരെ അപ്പീൽ പോയ നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്ന CPM കൗൺസിലർമാരുടെ ആവശ്യം 10-നെതിരെ 17 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തള്ളി. നിയമപരമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് നഗരസഭാ സെക്രട്ടറി. മണ്ണാർക്കാട് നഗരസഭയിൽ 2016 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ നിർണയിച്ച നികുതി പരിഷ്കരണത്തിന് നിയമസാധുതയില്ലെന്ന് കാണിച്ച് കെട്ടിടം ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല വിധി. ഈ വിധിക്കെതിരെ അപ്പീൽ പോകരുതെന്നും 3-ൽ കൂടുതൽ വർഷത്തെ പിരിച്ചെടുത്ത നികുതി കെട്ടിടം ഉടമകൾക്ക് തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് CPM പാർലമെന്ററി പാർട്ടി അംഗം TR സെബാസ്റ്റ്യൻ അവതരിപ്പിച്ച പ്രമേയം ചർച്ചയ്ക്ക് വന്നതോടെയാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞത്. കൗൺസിലിന്റെയോ അധ്യക്ഷന്റെയോ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് സെക്രട്ടറി അപ്പീൽ നൽകിയതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും TR സെബാസ്റ്റ്യൻ പറഞ്ഞു. സ്വന്തം നിലയ്ക്ക് അപ്പീൽ നൽകിയ സെക്രട്ടറിയുടെ കോടതി ചെലവ് കൗൺസിലിന് വഹിക്കാനാവില്ലെന്നും നടപടി വേണമെന്നും TR ആവശ്യപ്പെട്ടു.
ഒരു കൗൺസിൽ തീരുമാനമില്ലാതെ മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു പ്രമേയത്തിനെതിരായി നഗരസഭാ സെക്രട്ടറി കേസിന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവ് മണ്ണാർക്കാട് നഗരസഭ കൊടുക്കാൻ പറ്റില്ല. അത് വ്യക്തിപരമായി പോകാൻ സർക്കാർ അനുവദിച്ചിട്ടുണ്ടോന്ന് നല്ലപോലെ നിയമം അറിയുന്ന ആളാണ് സെക്രട്ടറി. നമ്മൾ നിയമം പറയുമ്പോൾ അതിന്റെ അപ്പുറത്തെ നിയമം പറഞ്ഞു തന്നെ സെക്രട്ടറി ഈ കേസിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി കേസിന് പോകാൻ പറ്റില്ല. അങ്ങനെ പോയത് തെറ്റാണ്. നഗരസഭയുടെ തീരുമാനത്തിനെതിരായി നഗരസഭാ ചെയർമാന്റെ മുൻകൂർ അനുമതി പോലും ഇല്ലാതെ കേസിന് പോയ നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ നടപടിയെടുക്കണം എന്നാണ് എനിക്കതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. അതേസമയം കൗൺസിലിന്റെ അറിവില്ലാതെ അപ്പീൽ നൽകിയത് തെറ്റാണെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. 3 വർഷത്തിൽ കൂടുതലുള്ള നികുതി കുടിശ്ശിക ഒഴിവാക്കണമെന്നാണ് 29 കൗൺസിലർമാരുടെയും ആവശ്യം. ഈ ആവശ്യം കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചതുമാണ്. ഇക്കാര്യം സർവകക്ഷി സംഘം വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും സമീപിച്ചെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. സെക്രട്ടറി സർക്കാരിന്റെ ഭാഗമായതിനാലാണ് സെക്രട്ടറി അപ്പീൽ നൽകിയിട്ടുണ്ടാവുക എന്നുകൂടി ചെയർമാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സെക്രട്ടറിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും ചെയർമാൻ പറഞ്ഞു. സർക്കാർ ഇപ്പൊ നമ്മളെ പല കൗൺസിലെടുത്ത തീരുമാനത്തിന് വിയോജനക്കുറിപ്പ് എഴുതി സെക്രട്ടറി പോയിട്ടുണ്ട്. നമ്മൾ ഐക്യകണ്ഠേന എടുത്ത തീരുമാനപ്രകാരം ഈ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ജനപ്രതിനിധികളും സർക്കാരിനെ മന്ത്രിനെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ അയാൾ വഴങ്ങിയിട്ടില്ല. അന്ന് പറഞ്ഞത് എന്താണെന്നല്ലോ മൻസൂർ കൗൺസിലർക്ക് അറിയാം. അല്ല, ഈ ടാക്സ് ഒഴിവാക്കുന്ന ബിൽഡിംഗ് ഓണേഴ്സിന് ഒരു ആശ്വാസം കൊടുക്കണം, ഞങ്ങൾക്ക് 3 കൊല്ലത്തെ ടാക്സ് മതി എന്നുള്ള തീരുമാനം എടുത്ത് നമ്മൾ സർവകക്ഷി പോയി മന്ത്രിനെ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട്. അന്നത്തെ അതിന് വഴങ്ങിയില്ല. സർക്കാരിന് അത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതില് സെക്രട്ടറി അത് പോയിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിനെ നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നതിന് പകരം ബിൽഡിംഗ് ഓണേഴ്സിന് നമ്മൾ ഈ പ്രമേയത്തോടുകൂടെ അത് അംഗീകരിക്കുകയും സെക്രട്ടറി പോയതിന് അദ്ദേഹത്തിന് സാധൂകരിച്ച അതിന് സാധൂകരണം കൊടുക്കണം. കാരണം സെക്രട്ടറി നഗരസഭയുടെ ഭാഗമാണ്. ഇതിനിടെ സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM അംഗങ്ങൾ ബഹളം വെച്ചതോടെ വോട്ടിനിടുകയായിരുന്നു. 27 കൗൺസിലർമാരാണ് യോഗത്തിലുണ്ടായിരുന്നത്. ഇതിൽ CPMലെ 10 പേർ നടപടി വേണമെന്ന വാദത്തെ പിന്തുണച്ച് കൈപൊക്കി. വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ കൈപൊക്കാതിരുന്ന CPMലെ ചില അംഗങ്ങൾ മറ്റേ അംഗങ്ങൾ കൈപൊക്കാൻ നിർബന്ധിച്ചു. ഇത് UDFലെ ഷെഫീഖ് റഹ്മാൻ ചോദ്യം ചെയ്തതും ബഹളത്തിനിടയാക്കി. BJPയിലെ B പ്രസാദും CPMലെ റജീനയും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ഭരണസമിതിയിലെ ഫിനാൻസ് കമ്മിറ്റിയും റവന്യൂ ഉദ്യോഗസ്ഥരും വരുത്തിയ വീഴ്ചയാണ് നികുതി പരിഷ്കരണത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും കുടിശ്ശിക ഒഴിവാക്കുന്നതിലൂടെ നഗരസഭയ്ക്ക് വരുന്ന ബാധ്യത അന്നത്തെ ഫിനാൻസ് കമ്മിറ്റിക്കും നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിനായിരിക്കുമെന്നും സെക്രട്ടറി M സതീഷ് കുമാർ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭാ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നഗരസഭാ സെക്രട്ടറി അപ്പീൽ പോയത് UDFന്റെ ഇരട്ടത്താപ്പാണെന്ന് ഇടതുപക്ഷ അംഗങ്ങൾ. ഇതിൽ പ്രതിഷേധിച്ച് അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. കൗൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായി ഹൈക്കോടതി വിധി അംഗീകരിക്കുകയും ഇതേ വിധിക്കെതിരെ അപ്പീൽ പോയ സെക്രട്ടറിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. ഈ ഇരട്ടത്താപ്പ് ജനത്തിന് മനസ്സിലാകുമെന്നും CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. CPM അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. ഒരു നിയമപരമായ പ്രാബല്യവുമില്ലാതെ നിയമത്തിന്റെ ഒരു പിന്തുണയുമില്ലാതെ നഗരസഭയുടെ യാതൊരു പിന്തുണയുമില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ന് നഗരസഭ കൗൺസിലിനകത്ത് ഹൈക്കോടതി ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സെക്രട്ടറി സ്വന്തം നിലയിൽ എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? തൊട്ടുമുന്നേ സപ്ലിമെന്ററി അജണ്ടയിൽ തൊട്ടുമുന്നത്തെ തീരുമാനം ഐക്യകണ്ഠേന കോടതി വിധി അംഗീകരിക്കാൻ തീരുമാനിക്കുന്നു. തൊട്ടടുത്ത അജണ്ടയായി സെക്രട്ടറി സ്വന്തം നിലയിലെന്ന പ്രചരിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ സ്വന്തം നിലയിൽ കേസിന് പോയി എന്ന് പറയുന്ന രൂപത്തിൽ അവിടെ ഒരു അപ്പീൽ അപേക്ഷയുടെ അജണ്ടയും വരുന്നു. ആ അപ്പീൽ അപേക്ഷ ഒരു കാരണവശാലും മണ്ണാർക്കാട് ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു സംഗതിയല്ല എന്നതുകൊണ്ട് CPMന്റെ കൗൺസിലർമാർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ആ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ UDF ആ കാര്യത്തിൽ തങ്ങൾ പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നുമാണെന്ന് തെളിയിക്കുന്ന രൂപത്തിൽ അവിടെ ഒരു നിലപാട് സ്വീകരിക്കുകയും സെക്രട്ടറി കൊടുത്ത അപ്പീലിന് പോയ നടപടിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ശ്രമമാണ് അവിടെ നടന്നത്. അത് ന്യായീകരിച്ച് വോട്ടിനിടേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ നേരത്തെ കൊടുത്ത പ്രമേയത്തിന്റെ അപ്പീലിന് പോയത് തെറ്റാണെന്ന് പറയുന്ന പ്രമേയത്തിന് ഘടകവിരുദ്ധമായ തീരുമാനം അതേ കൗൺസിലിനകത്ത് തൊട്ട നിമിഷത്തിൽ എടുക്കുമ്പോൾ മണ്ണാർക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതെല്ലാം ജനങ്ങളെ പറ്റിക്കുന്ന സമീപനമായിരുന്നെന്ന് തെളിയിച്ചുകൊണ്ടാണ് അപ്പീലിന് പോകാനുള്ള സെക്രട്ടറിയുടെ തീരുമാനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാടിനെതിരെയാണ് CPM
അവിടെ വിയോജനക്കുറിപ്പ് കൊടുക്കുന്നത്. ആ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ശരിയുടെ ദശയിലുള്ള തീരുമാനം ഇന്നും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വ്യക്തമാകും. ഈ കേസിനകത്ത് കക്ഷി ചേരാൻ തീരുമാനിച്ചു അപ്പീലിൽ പോയ സെക്രട്ടറിയുടെ പേരിൽ നടപടിയെടുക്കേണ്ടതാണ്. അദ്ദേഹം കൊടുക്കുന്നത് മണ്ണാർക്കാട് നഗരസഭയിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം എടുത്ത് കേസ് നടത്താമെന്നാണെങ്കിൽ അതിനെതിരെ രാഷ്ട്രീയപരമായും നിയമപരമായും ഞങ്ങൾ പോരാട്ടം തുടരുമെന്നാണ് ഇന്ന് കൗൺസിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലൂടെ കോട്ടോപ്പാടം മുതൽ ഉച്ചാരക്കടവ് വരെയുള്ള യാത്രാ ദുരിതം ചില്ലറയൊന്നുമല്ല. ഒരു കുഴിയിൽ നിന്നും മറ്റൊരു കുഴിയിലേക്ക് ചാടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കുഴികളിൽ ക്വാറി വേസ്റ്റ് നിരത്തിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. അതിലെ കല്ലുകൾ കൂടി റോഡിൽ നിറഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ. മലയോര ഹൈവേയായി പാത എല്ലാ അർത്ഥത്തിലും വികസിക്കുമെങ്കിലും അതുവരെ ഒരു കുഴിയിൽ നിന്നും മറ്റൊരു കുഴിയിലേക്ക് ചാടിയാണോ യാത്ര ചെയ്യേണ്ടത് എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. കോട്ടോപ്പാടം മുതൽ ഉച്ചാരക്കടവ് വരെയുള്ള യാത്ര അത്രയ്ക്കും പ്രയാസകരമാണ്. താൽക്കാലികമായി പൊതുമരാമത്ത് വകുപ്പ് കുഴികളിൽ കോറി വേസ്റ്റ് നിരത്തിയിരുന്നുവെങ്കിലും മഴയിൽ അത് ഒലിച്ചുപോയി. ഇതോടെ കൂനിന്മേൽ കുരു എന്ന പോലെ കോറി വേസ്റ്റിലെ കല്ലും ഇപ്പോൾ റോഡിൽ പരന്നു കിടക്കുകയാണ്. മഞ്ചേരി, നിലമ്പൂർ, വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുവാനുള്ള എളുപ്പമാർഗമായ ഈ പാതയിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. കൂടാതെ നിരവധി ബസ് സർവീസും ഈ വഴിയുണ്ട്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ പ്രാഥമിക ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും ഈ മേഖലയിലെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് 2 വർഷമാണ് നിർമ്മാണ കാലാവധി കണക്കാക്കിയിട്ടുള്ളത്. അതുവരെയുള്ള യാത്രയ്ക്കാണ് ജനങ്ങൾ പരിഹാരം തേടുന്നത്. കുഴികൾ നിറഞ്ഞ കടമ്പൂർ മാണിക്യംപാറ കടമ്പഴിപ്പുറം റോഡിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു. 8 കിലോമീറ്റർ വരുന്ന പാതയാണ് പൂർണ്ണമായി തകർന്നു കിടക്കുന്നത്. കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ മാണിക്യംപാറ വരെയുള്ള 2.5 കിലോമീറ്ററാണ് കൂടുതൽ തകർന്ന് യാത്ര ദുഷ്കരമായിട്ടുള്ളത്. മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കുഴിയും വഴിയും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആലങ്ങാട്, മാവടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളും മുതിർന്നവരും സ്കൂളിൽ പോകുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പാതയാണിത്. ഒറ്റപ്പാലം കടമ്പഴിപ്പുറം റൂട്ടിൽ ബസ്സുകൾ സഞ്ചരിക്കുന്നതും ഇതുവഴിയാണ്. കടമ്പൂർ പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന റോഡ് തകർച്ച കാരണം ഈ ഭാഗത്ത് താഴ്ന്ന നിലയിലാണ്. ജൽജീവൻ പദ്ധതിയിൽ വ്യാസം കൂടിയ പൈപ്പ് ലൈനുകൾ ഈ റോഡിൽ സ്ഥാപിച്ചിരുന്നു. ഇതുകൂടാതെ മാണിക്യംപാറ ഭാഗത്തേക്കടക്കം കാർഷിക കണക്ഷനുകൾ നൽകുന്നതിന് 2020-21 റോഡുകൾ പൊളിച്ച് പൈപ്പ് ലൈൻ വലിച്ചിരുന്നു. ഇതിനുശേഷമാണ് റോഡിൽ ദുരിതയാത്ര തുടങ്ങിയത്. പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വാർഡിലേക്ക് ലഭിക്കുന്ന തുക വളരെ കുറവായതിനാൽ പലപ്പോഴും കുഴിയടക്കൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. യാത്ര അതീവ ദുഷ്കരമായ കല്ലിട്ടപ്പാലം ഭാഗത്ത് കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ ചെലവിൽ കുറച്ചു ദൂരം കോൺക്രീറ്റ് ചെയ്യുകയും കുഴികൾ അടയ്ക്കുകയും ചെയ്തിരുന്നു. റോഡ് മുഴുവനായി നവീകരിക്കണമെങ്കിൽ വലിയ തുക ആവശ്യമാണ്. അതേസമയം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ നവീകരണത്തിന് വകയിരുത്തിയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ എ വിജിത അറിയിച്ചു. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ റോഡ് നവീകരണത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നും സാങ്കേതിക നടപടി അനുവദിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെന്നും കെ പ്രേംകുമാർ MLA അറിയിച്ചു. ത്രില്ലർ സിനിമകളുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിലൂടെ ശ്രദ്ധേയരായ മണ്ണാർക്കാട്ടെ പൊളി ബ്രദേഴ്സ് മറ്റൊരു പുനരാവിഷ്കാരവുമായി രംഗത്ത്. ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചാന്ത് പൊട്ടുമായാണ് പൊളി ബ്രദേഴ്സ് ഇത്തവണ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നത്. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി വാടാ. ഇടക്കിടെ ചുണ്ടത്തൊരുമ്മ തരാനായി കടലിന്റെ പൈതലേ കരളിന്റെ കാതലേ കടമി. മണ്ണാർക്കാട് കുമരമ്പത്തൂർ ചുങ്കം സ്വദേശി മുഹമ്മദ് ഫാസിൽ സംവിധാനം ചെയ്ത ചാന്ത് പൊട്ട് വീഡിയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഇതിനകം കണ്ടു കഴിഞ്ഞത്. ചാന്ത് പൊട്ടിൽ ദിലീപിന്റെ രാധ എന്ന കഥാപാത്രത്തെ പുനരാവിഷ്കരിക്കുകയാണ് വീഡിയോയിൽ. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ കണ്ട ആയിരങ്ങളാണ് ഫാസിലിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നത്. ബീച്ച് അടിസ്ഥാനമാക്കിയ ചാന്ത് പൊട്ട് വീഡിയോ ചിത്രീകരണം നടത്തിയത് ചാവക്കാട് ബീച്ചിലാണ്. എഡിറ്റിംഗും സംവിധാനവും ഫാസിൽ തന്നെയാണ് നിർവഹിച്ചത്. ക്യാമറ ശിബിലിയും സുജിൻ മുണ്ടക്കണ്ണിയുമാണ് ചിത്രീകരിച്ചത്. ത്രില്ലർ സിനിമയായ ട്രാഫിക്കിന്റെ ക്ലൈമാക്സിന്റെ പുനരാവിഷ്കരണ വീഡിയോ കണ്ട സംവിധായകൻ നാദിർ ഷാ നിങ്ങൾ പൊളിച്ചു ബ്രദേഴ്സ് എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വൈറലായിരുന്നു. ഇതിലെ അഭിനയ മികവ് കണക്കിലെടുത്താണ് റിലീസിനൊരുങ്ങുന്ന സുമതി വളവ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഫാസിലിന് അവസരം ലഭിച്ചത്.
അഭിനയത്തോടൊപ്പം റോഡിൽ വസ്ത്രവിൽപ്പനയും നടത്തുന്നുണ്ട് ഫാസിൽ. വസ്ത്രവിൽപ്പനയാവട്ടെ ജീവിതം എന്ന പേരിൽ റീൽസ് ഇറക്കി പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. ദക്ഷിണ റെയിൽവേയുടെ സാങ്കേതിക അനുമതി ലഭിച്ച നിലമ്പൂർ ഷൊർണൂർ പാതയിലെ പെരിന്തൽമണ്ണ പൂപ്പലത്തെ മേൽപ്പാലം നിർമ്മാണ നടപടികൾ എങ്ങുമെത്തിയില്ല. അങ്ങാടിപ്പുറം പട്ടിക്കാട് സ്റ്റേഷനുകൾക്കിടയിൽ താഴെ പൂപ്പലം ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ വർഷം റെയിൽവേയുടെ സാങ്കേതിക അനുമതി ലഭിച്ചതാണ്. മേൽപ്പാലം കൊണ്ടുവരാൻ മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ വികസന സമിതി MLA-മാരായ മഞ്ഞളാംകുഴി അലി, നജീബ് കാന്തപുരം എന്നിവർക്ക് നിവേദനം നൽകി. പെരിന്തൽമണ്ണയ്ക്കടുത്ത് പൂപ്പലം വലമ്പൂർ മിനി റെയിൽവേ മേൽപ്പാലത്തിന് കഴിഞ്ഞ വർഷം ദക്ഷിണ റെയിൽവേയുടെ സാങ്കേതിക അനുമതി ലഭിച്ചിരുന്നു. 2023 മങ്കടയിൽ നടന്ന നവകേരള സദസ്സിൽ മേൽപ്പാലം ആവശ്യമായി നാട്ടുകാർ അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് പൂപ്പലത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിക്കപ്പെട്ടത്. മഞ്ചേരി ഡിവിഷൻ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതുമാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസിന് നിവേദനവും നൽകിയിരുന്നു. തുടർന്ന് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് അനുകൂല റിപ്പോർട്ടും നൽകുകയുണ്ടായി. താഴെ പൂപ്പലത്തെ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിന്നും വലമ്പൂരിൽ നിന്നും റെയിൽവേ പാതയുടെ 2 ഭാഗത്തും 8 മീറ്റർ വീതിയിൽ റോഡുകളുണ്ട്. ഇതിനാൽ ഇവിടെ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ല. വൻ തുകയില്ലാതെ തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും വിലയിരുത്തുന്നു. പദ്ധതി തയ്യാറാക്കി സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനമോ ഫണ്ട് വകയിരുത്തിയാൽ പാലം യാഥാർത്ഥ്യമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. പദ്ധതി തയ്യാറാക്കാൻ മുൻകൈയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് KP കുഞ്ഞികൃഷ്ണൻ ചെയർമാനും മുണ്ടക്കൽ സുന്ദരൻ കൺവീനറുമായ വലമ്പൂർ വികസന സമിതി പ്രവർത്തകർ MLA-മാരായ മഞ്ഞളാംകുഴി അലി, നജീബ് കാന്തപുരം എന്നിവർക്ക് നിവേദനം നൽകി. പെരിന്തൽമണ്ണ മഞ്ചേരി സംസ്ഥാന പാതയെ മങ്കടയിലും പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയെ താഴെ പൂപ്പാലത്തും റെയിൽവേ മേൽപ്പാലം വന്നാൽ ബന്ധിപ്പിക്കാനുമാവും. ഒറ്റപ്പാലം കിഴക്കേത്തോട്ടിൽ പാലം നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഒഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി. കൂട്ടിയിട്ട മണ്ണ് ഉൾപ്പെടെ തടസ്സങ്ങൾ പൂർണ്ണമായി നീക്കാൻ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സബ് കളക്ടറെ സമീപിച്ചു. മഴ പെയ്ത് തോട്ടിൽ ഒഴുക്ക് വർദ്ധിച്ചാൽ കരകളിൽ വെള്ളം കയറുമെന്ന ആശങ്കകൾക്കിടെയാണിത്. പ്രളയകാലങ്ങളിൽ കരകളിലെ ജനവാസ മേഖലകളിൽ വെള്ളം കയറിയിരുന്നു. അന്നും തോട്ടിൽ ഒഴുക്കിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വശങ്ങൾ ഇടിച്ചു നിരത്തിയതിനു ശേഷം കൂട്ടിയിട്ട മണ്ണാണ് ഒഴുക്കിന് പ്രധാന തടസ്സം. മഴയുടെ ഇടവേളകളിൽ ഇവ നീക്കി തുടങ്ങിയെങ്കിലും ഫലപ്രദമല്ലെന്നാണ് ആക്ഷേപം. തടസ്സങ്ങൾ പൂർണ്ണമായി നീക്കിയെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ അവകാശവാദം വസ്തുതാവിരുദ്ധമാണെന്ന് നഗരസഭയിലെ മുസ്ലിം ലീഗ് അംഗങ്ങൾ സബ് കളക്ടർക്ക് നൽകിയ കത്തിൽ ആരോപിക്കുന്നു. തടസ്സങ്ങൾ പൂർണ്ണമായി നീക്കി ഒഴുക്ക് സുഗമമാക്കണമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. കിഴക്കേത്തോട്ടിൽ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായ മണ്ണും അതുപോലെ തന്നെ കല്ലും അതോടൊപ്പം തന്നെ മുമ്പുണ്ടായിരുന്ന പഴയ പാലം പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടുത്തെ ഈ തോട്ടിലൂടെ വെള്ളം സുഗമമായ പോക്കിന് തടസ്സം വരുമെന്ന കാര്യം യാതൊരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട പരിസരവാസികൾ വളരെ ആശങ്കയിലാണ് ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും വെള്ളം കയറുമെന്ന ആശങ്കയിലാണുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് ഇതൊക്കെ നീക്കം ചെയ്തു, ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല എന്ന് പറയുക മാത്രമല്ല രേഖാമൂലം എടുത്തു കൊടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇതിലൊന്നും ഇടപെടാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഈ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാണ്. അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുക തന്നെ ചെയ്യും. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കുലുക്കല്ലൂർ മപ്പാട്ടുകര ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഷട്ടറുകൾ ഉയർത്താനായത്. ശക്തമായ കുത്തൊഴുക്ക് മൂലം ചെക്ക് ഡാം തുറന്നുവിടാനുള്ള ശ്രമം മുൻപ് പരാജയപ്പെട്ടിരുന്നു. കുന്തിപ്പുഴയിൽ കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്ന ചെക്ക് ഡാമിന്റെ 11 ഷട്ടറുകളാണ് വ്യാഴാഴ്ച ഉച്ചയോടെ തുറക്കാനായത്. മഴ കനത്തതോടെ പുഴയിൽ ജലനിരപ്പുയരുകയും ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാത്തതിൽ പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ശക്തമായ കുത്തൊഴുക്ക് കാരണം ഷട്ടറുകൾ തുറക്കാനുള്ള ചെയിൻ ബ്ലോക്ക് സ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ശ്രമം പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച നടത്തിയ 2ാം ഘട്ട പരിശ്രമത്തിലാണ് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനായത്. പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി പാതയിൽ ആനമങ്ങാട് മുറിച്ചിട്ട മരത്തിന്റെ ചില്ലകളും തടികളും മാറ്റിയില്ല. ഇവ നീക്കം ചെയ്യാത്തത് വാഹനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും തടസ്സമായി. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ തീരുമാനപ്രകാരം ലേലം വിളിച്ചെടുത്താണ് പാതയോരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കുന്നത്. ഇങ്ങനെ മുറിച്ചിട്ടതാണ് ആനമങ്ങാട് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നുള്ള മരം. 10 ദിവസമായിട്ടും മുറിച്ച മരത്തിന്റെ തടികളും ചില്ലകളും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ല.
ഇവ വാഹനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും തടസ്സമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പൊതുമരാമത്ത് പെരിന്തൽമണ്ണ സെക്ഷനു കീഴിലാണ് ഈ ഭാഗം വരുന്നത്. മരം ലേലത്തിൽ വിളിച്ചെടുത്തവരാണ് ഇവ കൊണ്ടുപോകേണ്ടത്. അധികൃതരോട് വിവരമറിയിച്ചപ്പോൾ നിരുത്തരവാദപരമായ മറുപടിയാണ് ലഭിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. എടത്തനാട്ടുകര കോട്ടപ്പള്ള ടൗൺ പ്രദേശങ്ങളിൽ തെരുവു നായ ശല്യം രൂക്ഷം. അമ്പലപ്പാറ റോഡിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വ്യാഴാഴ്ച രാവിലെ തമ്പടിച്ചത് 10-ലധികം നായ്ക്കൾ. കോട്ടപ്പള്ള ടൗൺ, കാപ്പുപറമ്പ് റോഡ് പരിസരം, അലനല്ലൂർ ഉണ്ണിയൽ റോഡ് പരിസരം, ഉപ്പുകുളം റോഡ് എന്നിവിടങ്ങളിലാണ് നായ്ക്കൾ കൂട്ടത്തോടെ വരുന്നത്. സ്കൂൾ കൂടി തുറന്നതോടെ നായ്ക്കളുടെ സാമീപ്യം രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുപോലെ ഭീതിയിലാക്കിയിട്ടുണ്ട്. കടകൾക്ക് മുന്നിൽ കൂട്ടത്തോടെ വന്നു കിടക്കുന്നതിനാൽ ഭയന്നും ആളുകൾ കടയിൽ കയറാനും മടിക്കുന്നുണ്ട്. പ്രദേശത്തെ പൊതുയിടങ്ങളിൽ അലക്ഷ്യമായി തള്ളുന്ന ഭക്ഷണാവശിഷ്ടമാണ് നായ്ക്കൾ ഇത്രയധികം പെരുകാൻ കാരണം. പട്ടാമ്പിയിൽ MLAയുടെ എക്സലൻസ് അവാർഡ് ദാനവും ശ്രദ്ധ എജു ഫെസ്റ്റും ഈ മാസം 14-ന് നടക്കും. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ആമയൂർ OPH കൺവെൻഷൻ സെന്ററിലാണ് MLA എക്സലന്റ് അവാർഡ് വിതരണവും ശ്രദ്ധ എജു ഫെസ്റ്റും നടത്തുന്നത്. LSS, USS ഉൾപ്പെടെ സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ, കലാ കായിക മേഖലകളിൽ സംസ്ഥാന ദേശീയ അവാർഡ് ജേതാക്കൾ തുടങ്ങിയവർക്കുള്ള അവാർഡ് ദാനവുമാണ് നടക്കുന്നത്. കൂടാതെ ശ്രദ്ധ എജു ഫെസ്റ്റിന്റെ ഭാഗമായി കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രദർശനവും കരിയർ തിരഞ്ഞെടുക്കുവാനുള്ള അവസരവും കുട്ടികൾക്ക് പുതിയ അനുഭവമാകും. മന്ത്രി V. അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. LSS, USS, NMMS കിട്ടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്ക് വേറൊരു പരിപാടി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ അവർ പങ്കെടുക്കണമെന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്ററൊക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ തന്നെ വരണം എന്ന് പറഞ്ഞാൽ നിരന്തരമായി അവർ ആവശ്യപ്പെടുക. അതുപോലെ എജു എക്സ്പോ ആ കുട്ടികൾക്കൊക്കെ തന്നെ അതിലും പങ്കെടുക്കണമെന്ന ആവശ്യം വന്നതുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ തന്നെ വേറൊരു പരിപാടിയാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഈ പരിപാടിയിൽ തന്നെ LSS, USS, NMMS സ്കോളർഷിപ്പ് ലഭ്യമായിട്ടുള്ള പരീക്ഷകൾ പാസ്സായിട്ടുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ രക്ഷിതാക്കൾ നേരത്തെ പറഞ്ഞപ്പോൾ മറ്റൊരു പരിപാടി ആകാമെന്ന് അവരോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ വീണ്ടും ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് നേരത്തെ നമ്മൾ നൽകിയ QR കോഡിൽ തന്നെ നോക്കി അതല്ലെങ്കിൽ ആ ലിങ്കിൽ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ LSS, USS, NMMS കിട്ടിയ പട്ടാമ്പി മണ്ഡലത്തിലെ കുട്ടികളെ കൂടി ഈ 14-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 15-കാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പെരുമടിയൂർ സ്വദേശി മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിൽ വ്യാപക തോട് കയ്യേറ്റം തടയാനോ നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ 3.7 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. മണ്ണാർക്കാട് നഗരസഭയിൽ 3 വർഷത്തിനു മുകളിലുള്ള നികുതി കുടിശ്ശിക പിരിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. വിഷയത്തിൽ നഗരസഭയിൽ കോലാഹലങ്ങൾ. കുഴികൾ നിറഞ്ഞ് കടമ്പൂർ മാണിക്യംപാറ കടമ്പഴിപ്പുറം റോഡ്. ദുരിതത്തിലായി വഴിയാത്രക്കാരും വിദ്യാർത്ഥികളും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.